ഹായ് മകളെ, സത്യം പറഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഞാനൊരു പക്ക ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പ്ലസ് വൺ പ്ലസ് ടു എന്ന് മാത്രമല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. 75% മാർക്ക് മാത്രമാണ് പ്ലസ് ടുവിൽ പാസ്സാകുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്നത്. നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടാനുള്ള മാർക്കൊന്നും അവിടെ ഇല്ലായിരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഏത് കോളേജിൽ പോകണം, ഏറ്റവും മികച്ച കോളേജ് ഏതാണ് എന്നൊക്കെ ആദ്യമേ പറഞ്ഞു തരാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ കുറച്ചും കൂടി അടിപൊളിയാണ്. എൻട്രൻസ് എക്സാമുകളെ പറ്റിയൊന്നും ഒരു ധാരണയില്ല. നീറ്റ് എന്താണെന്നും ജെയ് എന്താണെന്നും എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ ക്ലാസ് റൂമിലുള്ള 5-6 കുട്ടികൾ മാത്രമാണ് ഈ പറയുന്ന നീറ്റ് ജെയ് ഒക്കെ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് എക്സാം എഴുതിയത്. കാരണം അവരോടൊക്കെ ഒരുപക്ഷെ അവർ പോയ ട്യൂഷൻ സെൻറ്ററിൽ നിന്നോ ഇനി അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് അധ്യാപകർ അവരോട് വിളിച്ചിട്ട് നീ എക്സാമിന് അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ കാലിബറുള്ള കുട്ടികൾ നോക്കി പറഞ്ഞതോ ആവാം. എന്തിനാണെങ്കിലും അങ്ങനത്തെ ഒരു എക്സാമുകളെ പറ്റിയോ ഒരു ധാരണ എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഏറ്റവും മികച്ചൊരു കോളേജിലേക്ക് എത്താനുള്ള വഴികളൊന്നും എൻ്റെ മുന്നിൽ സ്വാഭാവികമായിട്ടും തുറന്നു വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതൊക്കെ ഞാൻ എൻ്റെ ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് ഈ ടീച്ചിങ് മേഖലയിലേക്ക് എത്തിയ സമയത്താണ്. പല സമയങ്ങളിൽ കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. കാരണം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കുറച്ച് ആൾക്കാരുണ്ടല്ലോ എന്നുള്ളത്. ഇവിടെ ഞാൻ പറയുന്നത് മറ്റൊന്നല്ല, സാറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. അത് സൈലം തന്നെ നടത്തുന്ന ഒരു എക്സാമാണ്. എന്തിനാണ് നിങ്ങൾ ഇത് എഴുതുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ റീസൺ, ഈ നീറ്റ് ജെയ് പോലത്തെ എൻട്രൻസ് എക്സാമുകളുടെ ഒരു മിനിയേച്ചർ ഫോർമാറ്റാണ് ഈ സാറ്റ് എന്ന് പറയുന്നത്. നവംബർ 16-ാം തീയതിയാണ് ഈ എക്സാം നടക്കുന്നത്. കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ജില്ലയിലെ വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങൾക്ക് ഈ എക്സാമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഒരു ദിവസം മുഴുവനായിട്ട് മാറ്റിവെച്ച് ഈ ക്രിസ്മസ് എക്സാമിൻ്റെ ഇടയിൽ ഞാൻ എന്തിനാണ് ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്, എൻ്റെ സമയം നഷ്ടമാവുകയല്ലേ എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. അവിടേക്കാണ് ഈ പറയുന്ന സാറ്റ് എക്സാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തി വരുന്നത്. ഇതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, എത്രത്തോളം ഡീപ്പായിട്ടാണ് കോൺസെപ്റ്റ് പഠിച്ചത് എന്ന തിരിച്ചറിവിന് ഈ ഒരു എക്സാം നിങ്ങൾക്ക് അത്രയും ഹെൽപ്ഫുൾ ആവും. നിങ്ങൾ പ്ലസ് ടു സിലബസ്, നമുക്കറിയാം ഏതൊരു എൻട്രൻസ് എക്സാമിലേക്ക് പോകുന്ന സമയത്ത് പ്ലസ് ടുവിന് ശേഷമുള്ള എക്സാം ആവട്ടെ, അത് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്സിൻ്റെ സിലബസ് മാത്രമാണ്. ആ സിലബസിൽ നമ്മൾ സാധാരണ രീതിയിലുള്ള നോർമൽ ക്വസ്റ്റ്യൻസ് മാത്രം വർക്കൗട്ട് ചെയ്തുകൊണ്ട് ബോർഡ് എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങി എന്ന് കരുതിയിട്ട് ഒന്നും തന്നെ നേടാൻ നമുക്ക് സാധിക്കണമെന്നില്ല. ഒട്ടുമിക്ക പ്രീമിയം സ്ഥാപനങ്ങളിലും എൻട്രൻസ് എക്സാമാണ്. ഒരു പക്ഷേ 1200, 1200 വാങ്ങിയ കുട്ടി ഈ എൻട്രൻസ് എക്സാം പാസ്സാവണമെന്നില്ല. എന്നാൽ 60%, 70% മാർക്ക് വാങ്ങിയ കുട്ടി ഇത് പാസ്സായിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ എൻട്രൻസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഭാവിയിൽ ഏത് ഒരു പ്രീമിയം കോഴ്സിലേക്ക് അല്ലെങ്കിൽ ഒരു കോളേജിലേക്ക് നിങ്ങൾ പോട്ടെ, അവിടേക്കൊക്കെ ഈ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ ലെവലിലുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാതൃകാ ചോദ്യം നിങ്ങൾ ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ ഒബ്ജക്റ്റീവ് എക്സാമുകളിലൂടെ നിങ്ങൾക്ക് അതിനൊരു സ്കില്ല് ഭാവിയിലേക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇത് സഹായിക്കും. നിങ്ങൾ എത്രത്തോളം ഡീപ്പായിട്ടാണ് ഓരോ കാര്യങ്ങൾ പഠിക്കേണ്ടതെന്നും കൂടി ഇതിൽ ലഭിക്കുന്നതാണ്. കൂടാതെ ഈ എക്സാമിൽ നിങ്ങൾ നല്ല മാർക്ക് വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഇനി നടത്താൻ പോകുന്നൊരു കോഴ്സാണ് ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ പ്ലസ് ടു പഠിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് ഈ എൻട്രൻസ് എക്സാമുകൾ എഴുതാൻ സാധിക്കും. നിങ്ങൾ ജസ്റ്റ് അപ്ലൈ ചെയ്യുക, എന്നിട്ട് അത് എന്തായാലും നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഗവൺമെൻറ് നടത്തുന്ന എക്സാം, കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന ഈ എക്സാമിനെ പറ്റിയുള്ള ധാരണ കിട്ടും. അതിലേക്ക് നമ്മൾ നടത്തുന്ന കോഴ്സാണ് ഈ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. കൂടാതെ ഹൈബ്രിഡ് സിസ്റ്റം നിങ്ങൾക്കറിയാം, ഒരു വർഷം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഈ ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിലും നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ സൈലത്തിൽ പഠിക്കാൻ പറ്റും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന സാറ്റ് എക്സാമിൽ മികച്ചൊരു മാർക്ക് വാങ്ങുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തേണ്ട. ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾ നേടുന്നത് വലിയൊരു നേട്ടം തന്നെയായിരിക്കും. കൂടാതെ ഒരു എക്സാം എങ്ങനെ ഉണ്ടാവുന്ന ഒരു ധാരണ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് സാറ്റ് എക്സാം രജിസ്റ്റർ ചെയ്യുക. ഏറ്റവും അടിപൊളിയായിട്ടുള്ള പ്ലസ് ടു വിദ്യാർത്ഥികളായിട്ട് നിങ്ങൾ പുറത്തു വരിക. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ബൈ.